നില പരിശോധിച്ചാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം വട്ടവും ഭരണം ലഭിക്കുമെന്ന പൊതുവായ പ്രതീക്ഷ ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടെ വല്ലാതെ പരിഭ്രാന്തിയിലാവുകയും അവർ അധാർമികതയുടെ ഏതറ്റത്തേക്കും സഞ്ചരിക്കും എന്ന നിലയും ഉണ്ടാവുകയാണ്. കേരളത്തിലെ മാധ്യമരംഗത്തെ ഏറ്റവും പുതിയ സ്ഥിതിവിശേഷം ഇതാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഒരു ഇടതുപക്ഷ വിരുദ്ധ നെറേറ്റീവ് ഉണ്ടാക്കണം. അതിന് ഏത് ക്രിമിനൽ കുറ്റത്തെയും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണും. നമസ്കാരം. മൂന്നാമതും ഇടത് സർക്കാർ വരുന്നതിൽ മാധ്യമങ്ങൾക്ക് പരിഭ്രമം എന്തിനാണ്? മാധ്യമങ്ങൾ വീണ്ടും ഒരു LDF സർക്കാരിൻ്റെ വരവിനെ ഭയപ്പെടുന്നത് അവരുടെ രാഷ്ട്രീയം കൊണ്ടാണോ? അക്കാരണത്താൽ സർക്കാരിന് അനുകൂലമായ വാർത്തകൾ തമസ്കരിക്കുകയും എതിരായ വാർത്തകൾ മെനഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ മാധ്യമങ്ങൾ? ക്രിമിനൽ കുറ്റങ്ങളിൽ വരെ രാഷ്ട്രീയ നിറം നോക്കി ചർച്ചകൾ സംഘടിപ്പിക്കുകയും തങ്ങൾക്ക് വേണ്ടപ്പെട്ട രാഷ്ട്രീയക്കാരാണെങ്കിൽ ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ടോ ഈ മാധ്യമങ്ങൾ? ഇടതുപക്ഷമാണെങ്കിൽ അതിനെതിരെ ആക്രമണം, ഇടതുപക്ഷമല്ലെങ്കിൽ ഒരാക്രമണവും വേണ്ട. ഈ രാഷ്ട്രീയം കേരള ജനത ഇത്തവണയും തള്ളിക്കളയുമോ? ഇടത് സർക്കാരിന് ഇത് മൂന്നാം വരവിനുള്ള കളമൊരുക്കലോ? ന്യൂസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് അതിഥികളായി ഉള്ളവർ: DYFI സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ്, കോൺഗ്രസ് വക്താവ് A ഷുക്കൂർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ജേക്കബ് ജോർജിലേക്കാണ് പോകുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, മൂന്നാമതും ഇടത് സർക്കാർ വരുന്നു എന്ന ഒരു പൊതുപ്രതീതി ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിൽ പരിഭ്രമിക്കുകയാണ് മാധ്യമങ്ങൾ. അതിന് ഉദാഹരണങ്ങൾ സഹിതമാണ് അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചത്. ഈ കാര്യത്തോട് പ്രതികരിച്ചുകൊണ്ട് തുടങ്ങാം. മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതിന് മുൻപ്, അദ്ദേഹം ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലൊരു സംസാരമുണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ പിണറായി വീണ്ടും മുഖ്യമന്ത്രി, ഇങ്ങനെ പോയാൽ CPM വീണ്ടും ഭരണത്തിൽ വരും, മൂന്നാമത് ഭരണ തുടർച്ച എന്നൊക്കെ ഇങ്ങനെ സംസാരം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് ഐക്യജനാധിപത്യ മുന്നണി UDF നേതൃത്വം അത് അങ്ങനെ തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്നു. അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഓരോ ഭരണം കഴിയും തോറും മറ്റ് മുന്നണി, അതായത് ഒന്നിടവിട്ടുള്ള ഇടവേളകളിൽ, കൃത്യമായ ഇടവേളകളിൽ ഈ രണ്ട് മുന്നണികളും, CPM മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഭരണം പങ്കിട്ടുകൊണ്ടിരുന്ന ഈ സംസ്ഥാനത്ത് ഒരു പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം, കുറേ ദശകങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് CPM പിണറായി വിജയനിലൂടെ ഭരണം പിടിച്ചെടുത്തു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലൊരു വലിയ വഴിത്തിരിവാണ്. ആ വഴിത്തിരിവും ഒരു കാരണമാണ്. കാരണം അന്നും മാധ്യമങ്ങൾ പൊതുവെ CPMനെതിരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടന്ന മാധ്യമങ്ങൾ വലിയ പ്രചാരണം തന്നെ നടത്തി. പിണറായി വിജയനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, ഗവൺമെൻറ്റിനെതിരെ ഒത്തിരി ആക്രമണം നടത്തി എന്നുള്ളത് ഒരു വസ്തുതയാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആർക്കും അവർ നിഷേധിക്കുകയുമില്ല. പക്ഷെ അതുകൊണ്ടാവണം ഇത്തവണയും വീണ്ടും ഭരണം തിരിച്ചു പിടിക്കും എന്നുള്ള മട്ടിലൊരു സംസാരം വന്നത്. മാധ്യമങ്ങൾ പതിവ് പോലെ അങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഞാൻ മാധ്യമങ്ങളുടെ ഭാഗമാണ്. ഞാനതുകൊണ്ട് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. അവർക്ക് എങ്ങനെയും ജനശ്രദ്ധ പിടിച്ചു പറ്റണം. അതിനുവേണ്ടി മാധ്യമങ്ങൾ ഒരു ശ്രമം നടത്തും. അതിനകത്ത് ഇച്ചിരി എരിവും പുളിയുമൊക്കെ ചേർത്തു എന്ന് വരാം. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളൊരു മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട്
താങ്കൾ ആ ഭാഗം പിടിക്കുന്നു എന്നൊരു മുൻകൂർ ജാമ്യം താങ്കൾ എടുത്തത് ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്കൾ അത് തുറന്നു പറഞ്ഞത് അത് എല്ലാ കാലത്തും താങ്കൾ അത് എടുക്കാറുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം, സത്യസന്ധമായി തന്നെ മാധ്യമപ്രവർത്തകർ എപ്പോഴും അങ്ങനെ സത്യം പറയാതിരിക്കുന്നവരാണ് എന്നൊരു വാദം നമുക്ക് പറയാൻ പറ്റില്ല. താങ്കൾ ഉൾപ്പെടെ എത്രയോ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കാര്യത്തിൽ 2021 പോലും ജനം അത് തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും പിണറായിക്ക് ഒരു അവസരം കൊടുത്തത് ഇപ്പോഴും മാധ്യമങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. ഞാനതാണ് പറഞ്ഞു വരുന്നത്. മാധ്യമങ്ങൾ ഏറെ കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഈ പറഞ്ഞ പോലെ സോക്കോൾഡ് രീതിയിലുള്ള പ്രചാരണം നടത്തിയിട്ടും 2021 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വീണ്ടും ഇടതുപക്ഷ ഗവൺമെൻറ് വീണ്ടും പിണറായി ഗവൺമെൻറ് അധികാരം പിടിച്ചടക്കി. അതും എന്തോ വലിയ വിജയമാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം. 99 സീറ്റേ. വളരെ ശക്തമായ ഒരു വരവായിരുന്നു അത്. രണ്ടാം വരവ് എന്ന് പറയുന്നത് തിരിച്ചു വരവല്ല, രണ്ടാമത്തെ വരവ് ഗംഭീരമാക്കി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി. അപ്പോഴേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ച വരുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ്. അതിനകത്ത് ഞാൻ സംശയിക്കുന്നില്ല. പക്ഷേ ഞാൻ ആക്റ്റീവായിട്ട് കേരളത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയപ്പോൾ ഞാൻ ശക്തമായിട്ട് UDF ഗവൺമെൻറ്റിനെയും കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെയും എതിരെ എഴുതിയിരുന്നു. CPM-നെതിരെയും ഞാൻ എഴുതിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ആ സമയത്ത് എല്ലാ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ചേരുന്നത്. UDF-നൊക്കെ എതിരെ എഴുതാൻ ഞങ്ങൾ തിരുവനന്തപുരത്തെ പത്രക്കാർക്ക് വലിയ ഉത്സാഹമായിരുന്നു, കെ കരുണാകരനെതിരെയൊക്കെ എഴുതാൻ. കാരണം അന്ന് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ഷുക്കൂറെ കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത്. ഞാൻ ചോദിക്കുമ്പോൾ ഇടപെട്ടാൽ മതി. അല്ലെ ഷുക്കൂർ നോട്ട് ദ പോയിന്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഷുക്കൂർ നമ്മുടെ പഴയ സുഹൃത്താണ് കേട്ടോ. പക്ഷേ എനിക്ക് ഷുക്കൂർ വിവരമൊന്നും തന്നിട്ടില്ല കോൺഗ്രസിൻ്റെ. പക്ഷേ കൃത്യമായി മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൊടുക്കുന്ന കൈമാറുന്ന കേന്ദ്രങ്ങൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മൾ റിപ്പോർട്ടാക്കി ആഘോഷിച്ചു എന്നേ പറയാനുള്ളൂ. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട്, ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ചില മാധ്യമങ്ങൾ ഇതുപോലെയുള്ള പ്രചാരണം നടത്തുന്നുണ്ട് എന്ന കാര്യം സത്യമാണ്, വസ്തുതയാണ്. പക്ഷേ അത് മാധ്യമങ്ങൾ ചെയ്യുന്ന ജോലിയാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ സമയം ചിലവാക്കുന്നില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ നമുക്കൊക്കെ അറിയാം. അത് അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. ഇപ്പോൾ BJP-യിലും പ്രശ്നങ്ങളാണ്, ഇതൊക്കെ നമുക്കറിയാം. ആ പ്രശ്നങ്ങൾ തുടരുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് വേണമെങ്കിൽ പഴയതുപോലെ വാർത്തകൾ ഇപ്പോഴും എല്ലാവർക്കും കിട്ടും, നമുക്കൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോഴും. അത് ഇടതുപക്ഷത്തുള്ളവർക്കും കിട്ടുന്നുണ്ട്, മുഖ്യമന്ത്രിക്കും ആ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടൊരു മൂന്നാം വരവല്ല അദ്ദേഹം പറഞ്ഞത്. എന്തുമാത്രം വളരെ ശാസ്ത്രീയമായി മറുപക്ഷം മാധ്യമങ്ങളെപ്പോലും ഉപയോഗിച്ചുകൊണ്ട്, കോർപ്പറേറ്റുകൾ മൊത്തം മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് ഇടതു സർക്കാരിനെയൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ച അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ 28ഓളം ചാനലുകൾ കോർപ്പറേറ്റുകളുടെ കയ്യിലാണെന്ന് അദ്ദേഹം വിശദമാക്കി ഇന്ന് ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ചില വാർത്തകളെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഈ വാർത്തകളിൽ എങ്ങനെ രാഷ്ട്രീയം കണ്ട് അവതരിപ്പിക്കുന്നു, അത് തങ്ങൾക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയക്കാർക്കെതിരെ അതേ ക്രിമിനൽ വാർത്തകൾ വരുമ്പോൾ അത് ചർച്ചയെ ചെയ്യുന്നില്ല, അതിനെ ഒഴിവാക്കുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസവുമില്ല. അതെ, അത് ശരിയാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ ഈ കുഴൽപ്പണ കേസിൻ്റെ കാര്യം, ED-യുടെ തീരുമാനം, അതേക്കുറിച്ചൊരു കാര്യമായിട്ടൊരു ഗഹനമായ ചർച്ച നടക്കുന്നില്ലല്ലോ. എന്താണ് കാരണം? രാഷ്ട്രീയം തന്നെ കാരണം. രാഷ്ട്രീയ വിഷയങ്ങൾ പലതും തമസ്കരിക്കപ്പെടുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നുള്ളത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിഷമിക്കണം, ലജ്ജിക്കണം എന്ന് തന്നെയാണ് ലാൽ എൻ്റെ അഭിപ്രായം. യെസ്, ഞാൻ വരാം. ശ്രീ A. ഷുക്കൂർ, ഇക്കാര്യത്തിൽ താങ്കൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. താങ്കൾക്കറിയാം ഡൽഹിയിൽ ചർച്ചകൾ നടന്നിട്ടും കോൺഗ്രസിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അത് മാധ്യമങ്ങൾ സഹായിച്ച് വലിയ ചർച്ചയിലേക്ക് പോകുന്നില്ല. കൈരളി പ്രധാനപ്പെട്ട കൺസ്ട്രക്റ്റീവായ വാർത്തകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സമയം കൂടുതൽ ചിലവാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുമില്ല. മാത്രമല്ല, ഇപ്പോൾ പ്രാദേശികമായിട്ട് ഡൽഹിയിലെ കാര്യങ്ങൾ മാത്രമല്ല, ശ്രീ ഷുക്കൂറിന്
ഇനി ആലപ്പുഴയുടെ കാര്യം മാത്രം എടുത്താൽ പോലും അറിയാം അവിടെയൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒക്കെ അറിയാം. ഞാൻ അതിലേക്ക് കൊണ്ടുവരികയല്ല ചർച്ച. പക്ഷെ നോക്കൂ, ഇതൊക്കെ അവിടെ ഉള്ളപ്പോൾ പ്രതിപക്ഷം ഏത് രാഷ്ട്രീയ അവസ്ഥയിലാണ് എന്നുള്ളത് ഞാൻ താങ്കളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മൂന്നാമതൊരു സർക്കാർ വീണ്ടും ഇടതുപക്ഷത്തിൻ്റെതായി വരാൻ പോകുന്നു എന്ന് ജനം പരക്കെ പറയുമ്പോൾ, മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാടിനെ മുഖ്യമന്ത്രി ഇങ്ങനെ വിമർശിക്കുമ്പോൾ അതിനെ എങ്ങനെ കാണും ശ്രീ ഷുക്കൂർ എന്ന കോൺഗ്രസ് നേതാവ്? ഇല്ല, കേരളത്തിലെ ജനങ്ങൾ ഒരാൾ തന്നെ മൂന്നാമത് പിണറായി വിജയൻ ഭരണത്തിൽ വരുമെന്ന് പറയില്ല. എന്നാൽ ചില ആളുകൾക്ക് സംശയം കോൺഗ്രസ്സിനകത്ത് വേണ്ട ചെറുതായി പൊട്ടലും ചീറ്റലും ഭിന്നനപ്പും ഉണ്ട് എന്നുള്ളത് കൊണ്ട് പിണറായിക്ക് ഇനി ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ള ചെറിയ സംശയമുണ്ടായിരുന്നു. അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഞങ്ങൾ സംഘടനാപരമായി തീരുമാനിച്ച് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജേക്കബ് ജോർജ് എൻ്റെ പ്രിയ സുഹൃത്ത്, അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഞങ്ങളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അടിച്ചമർത്തൽ പാർട്ടിയല്ല, ഇരുമ്പുലക്ക ഉപയോഗിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളിൽ നിന്ന് ചോർത്തിയെടുക്കാൻ പലപ്പോഴും പത്രപ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ CPM-നകത്തു നിന്നും കഴിയുന്നുണ്ട്. ഞങ്ങൾക്കുമൊക്കെ കിട്ടുന്നുണ്ട് വിവരങ്ങൾ. ഇത്രയേ ഞാൻ അത് സംബന്ധിച്ച് പറയുന്നുള്ളൂ. പക്ഷെ അവിടെ അത്രയും പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു ചോദ്യം എനിക്ക് വരുന്നത്, ഇപ്പോൾ താങ്കൾ അത്രയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, ബാക്കി താങ്കൾ തന്നെ തുടർന്നോളൂ. ഇപ്പോൾ ആലപ്പുഴയിൽ പോലും ചില പ്രശ്നങ്ങൾ തുടരുന്നതിൽ KC വേണുഗോപാലും ചെന്നിത്തലയും ഒക്കെ ചേർന്ന് ഈ അടുത്ത കാലത്ത് പോലും ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ അതിൽ അതൃപ്തരായ ആളുകൾ ഇപ്പോഴും BJP-യിലേക്കൊക്കെ പോകുന്നത് വാർത്തകളായി കാണുന്നുണ്ട്. അവിടെ കോൺഗ്രസ് അത്ര ശുഭകരമായ അവസ്ഥയിലാണോ? ഇതുപോലെയുള്ള കാര്യങ്ങൾ കേരളം മുഴുവൻ നടക്കുകയാണ്. അല്ല, BJP-യിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ അടുത്ത കാലത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പോയിട്ടുള്ളത് CPM-ൽ നിന്നാണ്. ആലപ്പുഴ ജില്ലയിൽ ഞാൻ വ്യക്തമായ കണക്കുകൾ തരാം. എനിക്കതിന് സമയം തന്നാൽ മാത്രം മതില്ലാതെ വ്യക്തമായ കണക്ക് തരാം. ഏറ്റവും കൂടുതൽ കേഡേഴ്സ് പോയത് CPM-ൽ നിന്നാണ്. കേഡേഴ്സാണ് അവർ, പ്രധാനപ്പെട്ടവരാണ്. അവർ വോട്ട് ചെയ്യുന്നവരാണ് സ്ഥിരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതിന്റെ വ്യത്യാസം കരുനാഗപ്പള്ളി അല്ലല്ല വ്യക്തമായ കണക്കാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് കായംകുളത്ത് നിങ്ങൾ MLA ഉള്ള സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വന്നത്? ഞങ്ങൾ 1ാം സ്ഥാനത്ത് വന്നല്ലോ. നിങ്ങളുടെ MLA ഉള്ള കായംകുളം നിയോജകമണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്ത് വന്നത് എങ്ങനെയാണ്? ഹരിപ്പാട് ഞങ്ങൾ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് BJP വരികയും ദൂരം പുറകിലേക്ക് പോവുകയും ചെയ്തല്ലോ. വലിയ വ്യത്യാസം ഹരിപ്പാട് CPM-നുണ്ടായല്ലോ, അമ്പലപ്പുഴയിലുണ്ടായല്ലോ. അല്ല, ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ വാർഡുകളിൽ സംഭവിക്കുന്നത് തിരിച്ച് നിങ്ങളുടെ അവസ്ഥയും ഇതേപോലെ നോക്കേണ്ടി വരും. രമേശ് ചെന്നിത്തലയുടെ വാർഡിൽ സംഭവിച്ചു. ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇല്ല അത് രമേശ് ചെന്നിത്തലയുടെ വാർഡായാലും KC വേണുഗോപാലിന്റെ വാർഡായാലും ആ വാർഡിലൊക്കെ ചില കൊച്ചു കാര്യങ്ങൾ ഇതല്ല അടപടല പോകുകയാണ്. മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തമ്മിലെന്തോ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു. ഞാനിത് ലാല് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്താ നിങ്ങൾ കൈരളി ചാനൽ എഴുതി കാണിച്ചു, ഞങ്ങളുടെ സംഘടനാപരമായ ഓരോ വിഷയങ്ങളും ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിംഗ് സഹിതം മുതിർന്ന നേതാക്കളടക്കം ഞങ്ങളടക്കം സീനിയർ ലീഡേഴ്സായിട്ടുള്ള KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കം ഇരുന്ന് ചർച്ച ചെയ്തു. മണിക്കൂറോളം ചർച്ച ചെയ്തു. ഓരോ ഘട്ടത്തിലും ഓരോ ബ്ലോക്ക്. അതിന് കൈരളി എഴുതി കാണിച്ചത് ഇന്ന ഹോട്ടലിൽ ഗ്രൂപ്പ് നടക്കുന്നു, അല്ലെങ്കിൽ മറ്റു ചില വാർത്താമാധ്യമങ്ങൾ. അത് അവരുടെ താല്പര്യമാണ്.
ഞങ്ങൾക്ക് ഏതായാലും ശ്രീ സന്തോഷമായി. ഷുക്കൂർ, അക്കാര്യത്തിൽ നമ്മൾ ദേശാഭിമാനി കൂടുതൽ വിശദമായ ഗ്രൂപ്പ് കാര്യങ്ങളിലേക്ക് നമുക്ക് റിപ്പോർട്ട് പോകേണ്ടതില്ല. കൈരളി അത് വിശദമായി ചർച്ച ചെയ്തതാണ്. ഞാൻ നമുക്കറിയാം പറയട്ടെ, ഇത് നിങ്ങൾ- പ്രത്യേക നിങ്ങൾ- തരത്തിൽ നിങ്ങൾ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് ചില ഗ്രൂപ്പുകൾ മാത്രമാണ് അത്തരം വികസനങ്ങളിൽ താല്പര്യമുള്ളവർ എന്ന് വരുമ്പോൾ അത് ഗ്രൂപ്പ് ചർച്ചയായി വ്യാഖ്യാനിക്കപ്പെടും. അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഈ ഇത് മാധ്യമങ്ങൾ വികസനകാര്യമൊന്നുമല്ല. മൂന്നാമത് ഇത് വീണ്ടും വികസനകാര്യമൊന്നുമല്ല. പിണറായി സർക്കാർ സർക്കാർ വരാൻ പോകുന്നു എന്ന പേടിയിൽ ഈ ക്രിമിനൽ കാര്യങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയവൽക്കരിച്ച് വാർത്തകളാക്കി ചർച്ച ചെയ്യുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നു. ഇപ്പോൾ കളമശ്ശേരിയിൽ കഞ്ചാവ് പിടിച്ചതിൻ്റെ കാര്യം ആദ്യം വന്ന വാർത്ത എന്തായിരുന്നു? പിന്നീട് മറ്റേ എതിർ രാഷ്ട്രീയക്കാർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് വന്നപ്പോൾ അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാധ്യമങ്ങൾ അത് നിഷ്പ്രഭമാക്കി കാര്യങ്ങൾ. ലാലെ, ക്രിമിനൽ കാര്യങ്ങളും കഞ്ചാവും മദ്യവും മയക്കുമരുന്നും LSDയും അല്ലെങ്കിൽ MDMAയും ഒക്കെ അതിശക്തമായ കാര്യങ്ങളിലേക്ക് വന്ന് ഈ അടുത്ത കാലത്താണ്. അത് വളരെ വളരെ ഗൗരവ തരത്തിൽ വന്നു. വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. വിമുക്തിയിലൂടെ ഇതെല്ലാം തടയുമെന്ന് പറഞ്ഞ സർക്കാരിന് തടയാൻ കഴിഞ്ഞില്ല. ഒരുപാട് ഉപയോഗിച്ചു. എല്ലാ കലാലയങ്ങളിലും കലാശാലകളിലും സർവകലാശാലകളിലുമൊക്കെ ഇതിൻ്റെ കേന്ദ്രങ്ങളായി മാറി. ഒരു സർക്കാരിന് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമല്ലേ? അല്ല, അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലുകൊണ്ടാണ് എന്ന് പറയുന്നത്. ഇത് ഇന്ന രാഷ്ട്രീയക്കാരാണെങ്കിൽ അകത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഈ പറയുന്ന അതേ കാര്യം തന്നെ ഏറ്റ് കോൺഗ്രസും പറയുന്നത് അതാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ഇത് ജനം അംഗീകരിക്കില്ല എന്ന്. അങ്ങനെയല്ലല്ലോ. അടുത്ത കാലത്ത് ആലപ്പുഴയിൽ തന്നെ പിടികൂടപ്പെട്ട MDMAയുമായി കേസുകളിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരാണെന്ന് പരസ്യമായി ജനങ്ങൾക്കറിയാം, പരസ്യമായിട്ടറിയാം. ഏത് വിദ്യാർത്ഥി തിരിച്ചു പറയാനില്ലേ? ഇപ്പോ കളമശ്ശേരിയിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. കളമശ്ശേരിയിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാലോ. ആദ്യം ഈ പറഞ്ഞതുപോലെ പ്രശ്നം വന്നതെങ്കിൽ പിന്നീട് അവിടെ പിടിച്ചെടുത്ത കഞ്ചാവ് ഏറ്റവും കൂടുതൽ എന്താണ് ക്വാണ്ടിറ്റി കണ്ടെത്തിയത് എവിടെയാണ്, ആരുടെ കയ്യിലാണ്? ഇങ്ങനെയാണോ ചർച്ച ചെയ്യേണ്ടത്? ഈ തരത്തിലാണോ ഈ വിഷയത്തെ നമ്മൾ എടുക്കേണ്ടത്? അയാളുടെ KSU നേതാവിന്റെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒന്നും പിടിച്ചിട്ടില്ല. അയാളെ സ്ഥലത്തില്ലാത്ത അയാളുടെ മുറിയിൽ നിന്ന് പിടിക്കുന്നത് അയാൾ അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തൊണ്ടി സാധനം പിടിച്ചെടുത്താൽ നമ്മുടെ ഉത്തരവാദിത്തം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തൊണ്ടി സാധനം പിടിച്ചെടുത്താൽ അത് നമ്മൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഇല്ലാതാകുമോ? അതിന് ഉത്തരവാദിത്തമുണ്ട്. അതിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അയാളുടെ മുറിയിൽ അപ്പോൾ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അയാളില്ലായിരുന്നു. അതെ, അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തൊണ്ടി സാധനം പിടിച്ചെടുത്താൽ അവിടെ വേറൊരാൾ വന്നാൽ അത് പിന്നെ അയാളുടെ വകയാകോ? ഇല്ലല്ലോ. നമ്മളാണ് ഉത്തരവാദി, നമ്മളാണ് ഉത്തരം പറയേണ്ടത്. അവിടെ അല്ല ഹോസ്റ്റൽ മുറിയിൽ എല്ലാതാണ് നമ്മുടെ ഹോസ്റ്റൽ മുറി. എന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പിടിച്ചെടുത്താൽ ഞാനാണ് ഉത്തരവാദി. അപ്പൊ രാഷ്ട്രീയം നോക്കരുത് സാർ, അങ്ങനെ പറയരുത് എന്നല്ല. നമുക്കത് രാഷ്ട്രീയം നോക്കിയല്ല പറയേണ്ടത്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ വരാം സാർ, ഞാൻ വരാം. ഇതാണ് നല്ല ഉദാഹരണം. ഇത് നല്ല ഉദാഹരണമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. മാധ്യമങ്ങൾ ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നു. ഇത് പ്രതിപക്ഷം പറയുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. ഞാൻ വരാം. ഒരു മിനിറ്റ്. ആദ്യഘട്ടത്തിൽ ഞാൻ ഈ ചർച്ച ഇവിടെ നിന്ന് ശ്രീ വസീഫിലേക്കും കൂടി ഒന്ന് കൊണ്ടുപോവുകയാണ്. വസീഫ് ടെലിഫോണിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ. വസീഫിലേക്ക് ഉടനെ എത്താം. അദ്ദേഹം നേരിട്ട് ഇപ്പോൾ നമ്മുടെ ചർച്ചയിലേക്ക് എത്തുന്ന സാഹചര്യം ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് നേരിട്ട് പോകാൻ മുമ്പ് ശ്രീ ജേക്കബ് ജോർജ്, താങ്കളോട് ഞാൻ ഒരൊറ്റ മിനിറ്റിൽ വസീഫിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു കാര്യം ചോദിക്കാൻ. ഇതാണ് കാരണം. ഇപ്പോൾ കണ്ടല്ലോ ശ്രീ ഷുക്കൂർ എന്താണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഞ്ചാവിൻ്റെ കാര്യത്തിൽ പോലും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതേ രീതിയിലാണ്. ഇതാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതാണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 2021 കേട്ടത്. അതേപോലെ മറ്റൊരു എപ്പിസോഡ് കൂടി ഉണ്ടാകുന്നു എന്നതിനപ്പുറം മറ്റെന്ത്? അല്ല, അതിനകത്ത് മുഖ്യമന്ത്രി പറയുന്നതിലും ഇപ്പോൾ ഷുക്കൂർ പറയുന്നതിലും രണ്ട് രാഷ്ട്രീയമുണ്ട്, രണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട്. അതിലേക്കൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പോകുന്നത് ശരിയല്ല.
കാരണം ലാൽ എന്നെ വിളിച്ചത് ആ നിലയ്ക്കാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനകത്ത് ചില പിഴവുകൾ ചില മാധ്യമങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ആ ചർച്ചയിൽ ശ്രീ പങ്കെടുക്കുന്നില്ല. ജേക്കബ് ജോർജ് ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ പ്രതിസ്ഥാനത്ത് മാധ്യമങ്ങളാണെന്നാണ്. അത് നമുക്ക് ഊഹിക്കേണ്ടി വരും. പക്ഷേ അവിടെ നോക്കൂ, പ്രതിപക്ഷത്തെ നോക്കൂ. പ്രതിപക്ഷവും ഇതേ വാദം എടുത്താണ് മുന്നോട്ട് പറയുന്നത്. അത് അവർക്ക് എത്രമാത്രം ഗുണം ചെയ്യും? അവിടെയാണല്ലോ ഒരു മൂന്നാം വരവ് പിണറായി വിജയന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ പ്രതീക്ഷിക്കാനാകുന്നത്. അല്ല, തീർച്ചയായിട്ടും ഈ കഞ്ചാവ്, MDMA തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ അധികൃതർ, എക്സൈസും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്വീകരിക്കുന്ന നിലപാടുകളെയല്ല, നീക്കങ്ങളെ എല്ലാ രാഷ്ട്രീയ ശക്തികളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും സമൂഹമൊട്ടാകെയും പിന്തുണയ്ക്കണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതിനകത്ത് രാഷ്ട്രീയം കാണരുത്. പല രാഷ്ട്രീയക്കാർ അതിനകത്ത് കാണും ഈ പ്രതികളുടെ കൂട്ടത്തിൽ. നമ്മുടെ കുട്ടികളെ അങ്ങനെ രാഷ്ട്രീയം തരംതിരിച്ചല്ലല്ലോ നമ്മൾ കാണേണ്ടത്. സ്കൂൾ കുട്ടികൾ വരെ ഇപ്പോൾ ഇതുപോലെയുള്ള ഭീകരമായ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാണ്. പല സ്കൂളുകളിലും വ്യാപകമാണ്, ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെതിരെ ഗവൺമെൻറ് അതിശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാർ അതിന് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട്. രൂക്ഷമായ ശക്തമായ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു രാഷ്ട്രീയ വിവേചനം കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പം മാധ്യമങ്ങളും അത് ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. എപ്പോൾ അത് മറ്റൊരു ഭാഗത്തുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് കൂടി ഇതിനകത്ത് ദൗർഭാഗ്യവശാൽ അവരുടെ ഭാഗത്തു നിന്നും ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ളത് പിടിക്കപ്പെടുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് മാധ്യമങ്ങൾക്ക് ഈ തിരിച്ചറിവ് വന്നത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതാണ്, ഇടതുപക്ഷമാണെങ്കിൽ ആക്രമണമാകാം, ഇടതുപക്ഷം അല്ലെങ്കിൽ ഒരു ആക്രമണവും ഇല്ല. അല്ല, ഞാൻ UDF ആയിരുന്നപ്പോഴും ഞാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അല്ല, അത് ഇതുപോലെയായിരുന്നു. കാലത്തെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനാണെങ്കിൽ നല്ലൊരു സ്റ്റോറി കിട്ടിയാൽ അത് തെളിവ് വേണം കേട്ടോ. ഞങ്ങളുടെയൊക്കെ കാലത്ത് നല്ല തെളിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ശരിക്കും ക്രൂശിക്കും നമ്മുടെ മേലാളന്മാർ. അതിനകത്ത് യാതൊരു ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ നമ്മളെ അവർ ശിക്ഷിക്കും. അത് അന്നത്തെ കാലം. ഇന്ന് കുറച്ചുകൂടെ മാറ്റമുണ്ട്. പക്ഷേ ഇതിനകത്തെ ഈ വിഷയത്തിലെ കാതലായ ഇഷ്യൂ, പ്രശ്നം എന്ന് പറയുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി മുഖ്യമന്ത്രിയാകുമോ, ഇടതുപക്ഷം അധികാരത്തിൽ വരുമോ, അതോ UDF അധികാരത്തിൽ വരുമോ? ഷുക്കൂർ, എനിക്ക് തോന്നുന്നു ചർച്ച അതിലേക്ക് നീങ്ങണ്ടേ. എന്തുകൊണ്ട് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും, ഒരു തവണ മിസ് ചെയ്തുവെങ്കിലും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പറയാൻ അങ്ങ് സമയം കണ്ടെത്തുന്നില്ല, അങ്ങ് ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. ശരി, ഷുക്കൂറിന് ഞാൻ അതിന് അവസരം കൊടുക്കാം. പക്ഷേ അതിനു മുമ്പ് വസീഫ് കൂടി ഇപ്പോൾ നേരിട്ട് ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിവിടെ മുഖ്യമന്ത്രിയുടെ ഒരു ക്ലിപ്പ് കൂടി കാണിക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഈ കഞ്ചാവ് കേസ് മാത്രമൊന്നുമല്ല, കേരളത്തിൽ മാധ്യമങ്ങൾ, കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ എടുത്തു പറയുകയും അല്ലാത്തപ്പോൾ അത് തമസ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി മറ്റൊരു നല്ല ഉദാഹരണത്തിലൂടെ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ക്രിമിനൽ കുറ്റത്തെയും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണും. എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. എങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട മാധ്യമത്തിൻ്റെ കെട്ടിട ഉദ്ഘാടനത്തിൻ്റെ ഘട്ടമായതുകൊണ്ട് അതുകൂടി പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അത് വാളയാർ കേസാണ്. എന്തായിരുന്നു വാളയാർ കേസിൻ്റെ അവസ്ഥ എന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. കേരളം കണ്ട ബാലികാ ബലാത്സംഗങ്ങളിൽ ഒന്നായിരുന്നു അത്. അതിലെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആ നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ ആ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ ചിലരവരെ സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിനെ പ്രകീർത്തിക്കാനും ചിലർ തയ്യാറാവുകയാണ്. ഒടുവിൽ അവർ തന്നെയാണ് കുറ്റവാളി എന്ന് വന്നിരിക്കുന്നത്. അപ്പോഴോ ആ വിഷയം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ്. നേരത്തെ
യെസ് വസീഫ്, വാളയാർ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്? അന്ന് ഇടതുപക്ഷത്തിന് എതിരായി നിൽക്കുന്ന വലിയ സൈദ്ധാന്തികരൊക്കെ ഈ ചർച്ചകളിൽ ഭാഗഭാക്കായത്, ഇതൊക്കെ മുഖ്യമന്ത്രിയോട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് വേണ്ട ഈ വാർത്ത എന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയുകയാണ് ഇന്നത്തെ ദിവസം. ഇത് മൂന്നാമത് ഒരു ഇടത് സർക്കാർ വരുന്നു എന്നതിൻ്റെ സൂചന വരുമ്പോൾ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന ഒരു നിറവ്യത്യാസത്തെ എടുത്തു കാണിക്കാനാണ്. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഡോക്ടർ, ഇന്ന് രണ്ട് പരിപാടിയിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ എനിക്ക് ഒരു അവസരം ഉണ്ടായി. ഒന്ന് കോഴിക്കോട് ദേശാഭിമാനിയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് രാവിലെ. മറ്റൊന്ന് ഇന്ന് വൈകുന്നേരം നടന്ന പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ തറക്കല്ലിടൽ പരിപാടിയുടെ ഉദ്ഘാടനമാണ്. ഈ രണ്ട് പ്രസംഗവും നേരിട്ട് മുന്നിലിരുന്ന് കേട്ട ഒരാളാണ് ഞാൻ. വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം അതിൽ പറഞ്ഞത്. അതിൽ ദേശാഭിമാനി ഒരു മാധ്യമ സ്ഥാപനമാണ്. ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയവും അത് പുലർത്തേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമ സ്ഥാപനങ്ങളുടെ അവരുടെ മുതലാളിത്തത്തോട് അല്ലെങ്കിൽ അവരുടെ മുതലാളിമാരോട് കാണിക്കുന്ന ഒരു വല്ലാത്ത താല്പര്യം, അവരുടെ തെറ്റായ പ്രചരണങ്ങൾ ഒക്കെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ കോഴിക്കോട് വെച്ച് ദേശാഭിമാനിയുടെ ഉദ്ഘാടന വേളയിൽ. എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവൂല എന്നൊരു കോട്ടിങ് കൂടി അദ്ദേഹം അവിടെ ചില മാധ്യമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം. അവിടെ പറഞ്ഞ ഒരു രണ്ട് പ്രധാന പ്രശ്നം, ഒന്ന് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച കളമശ്ശേരിയിലെ ഈ കഞ്ചാവ് റെയ്ഡാണ്, മറ്റൊന്ന് വാളയാറിലെ കേസാണ്. രണ്ടും ഇപ്പം ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ദിവസങ്ങളായിരുന്നു കളമശ്ശേരിയിലെ കഞ്ചാവ് റെയ്ഡുമായി ബന്ധപ്പെട്ട് വാർത്തയുണ്ടായിരുന്നത്. ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ലഹരിയാവാം കളിയിടങ്ങളോട് എന്നൊരു ക്യാമ്പയിൻ തിരുവനന്തപുരത്ത് നടത്തി. അത് റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഇടപെടലിനൊക്കെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ബ്രേക്കിംഗ് വരുന്നത്. ഇത് ഇന്ന നേതാവിൻ്റെ കയ്യിൽ നിന്നാണ് പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വരിക, വലിയ പ്രചരണം വരിക. തൊട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വളരെ കൃത്യമായി ഇതിൻ്റെ വിശദ വിവരങ്ങൾ വരുന്നു. അവിടെ ആരാണ് ഇത് കൊണ്ടുവരുന്നത്, ഇത്രയധികം ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നത് ആരാണ്, ഇത് KSUവിൻ്റെ ഭാരവാഹികളാണ്, കഞ്ചാവിൻ്റെ ഹോൾസെയിൽ വിതരണക്കാർ, മുൻ വിദ്യാർത്ഥികളുണ്ട്, ഇപ്പോൾ ഉള്ള ഭാരവാഹികളുണ്ട്, നേരത്തെ മത്സരിച്ചവരുണ്ട്, അങ്ങനെ KSUവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് എന്നൊക്കെ വരിക. പക്ഷേ കേരളത്തിലെ ചില UDFൻ്റെ നേതാക്കന്മാർ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന വിധം പ്രചണ്ഡമായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അത് ആരൊക്കെയാ? ഒന്ന് സാക്ഷാൽ VD സതീശനാണ്, മറ്റൊന്ന് അദ്ദേഹത്തോട് മത്സരിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ട ചെന്നിത്തലയാണ്, മറ്റൊന്ന് MM ഹസനാണ്. ഇവരൊക്കെ ഈ മുഖ്യധാരയിൽ നിലനിന്ന് പോകാൻ വേണ്ടി എന്തെങ്കിലും അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി വിടുവായുത്തം വിളിച്ചു പറയുന്നു എന്നിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ അവസരങ്ങളാണ്. പക്ഷേ ഇവരുടെയൊക്കെ സ്ഥാനങ്ങൾ വലുതാണ്. അവർ പറയുന്നത് എത്ര ബാലിശമായ ആരോപണങ്ങളാ. അത് വെള്ളം കൂട്ടാതെ അങ്ങ് വിഴുങ്ങുകയാണ്, തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് ആഘോഷിച്ചു. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് റാഗിങ്ങിനെതിരെ, ലഹരിക്കെതിരെ ഒക്കെ പോരാട്ടം നടത്തി കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് അക്രമം ഏറ്റുവാങ്ങിയ ഒരു വലിയ പ്രസ്ഥാനമാണ് SFI. ആ SFIയെ നിരോധിക്കണം എന്ന തരത്തിലേക്ക് ഇവർ ചെന്നെത്തുക. യഥാർത്ഥത്തിൽ നിങ്ങൾ കാണേണ്ടത് ഒരു പേരുണ്ട്. ആ പേര് സുശീൽ ഗോയൽ എന്ന പേര്. അദ്ദേഹത്തിന് തുഷാർ ഗോയൽ ഡൽഹിയിലാണ്. ഡൽഹിയിൽ കഴിഞ്ഞ മാസം 5600 കോടി രൂപയുടെ ലഹരി പിടിക്കപ്പെട്ടു. ഒരു പുതിയ ന്യൂജൻ ലഹരി പിടിക്കുക, 5600 കോടി രൂപയുടെ ലഹരി. ആ തുഷാർ ഗോയാലിന്റെ കൂടെ ആര് നിൽക്കുന്ന പടമാണ് നമ്മൾ കണ്ടത്? സാക്ഷാൽ KC വേണുഗോപാൽ. ഞാനാണിപ്പോൾ രാജ്യത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ KC വേണുഗോപാലിന്റെ കൂടെ നിൽക്കുന്ന ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന തുഷാർ ഗോയലിന്റെ കയ്യിൽ നിന്ന് 5600 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു എന്ന വാർത്ത വന്നു. ഞങ്ങൾ ആ സമയത്ത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാധ്യമങ്ങളെ കണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഈ ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസിന്റെയും KC വേണുഗോപാലിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് കേരളത്തിലേക്ക് ലഹരി വരുന്നത്, ഇവരാണ് ഇതിന്റെ മൊത്ത കച്ചവടക്കാർ, ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് ഈ ലഹരിയുടെ വിപണനം നടത്തുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
2 മാസങ്ങൾക്ക് മുമ്പാണ് പത്തനംതിട്ടയിലെ രമേശ് ചെന്നിത്തലയുടെ സന്തത സഹചാരിയുടെ വീട്ടിൽ നിന്ന് 2.4 kg 2 കിലോയിലധികം കഞ്ചാവ് പിടിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാ പിടിക്കുന്നത്. FIR ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. കേരളത്തിലെ എക്സൈസ് സംഘം തന്നെയാണ്, പക്ഷെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാ പിടിച്ചത്. വീണ്ടും അദ്ദേഹത്തിന്റെ അനിയന്റെ അടുത്തുനിന്ന് പിടിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇതൊരു ഭാഗത്തുണ്ട്. ഇവിടെ അരുവിക്കരയിൽ 40 കിലോ കഞ്ചാവാണ് ആരുടെ അടുത്ത് നിന്ന് പിടിക്കുന്നത്, യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പിടിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ സംഭവങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് ലഹരിയുടെ മൊത്ത കച്ചവടക്കാർ. ഇതിന്റെ ഗോഡ് ഫാദേഴ്സ് ആണ് KC വേണുഗോപാലും ഈ പറയുന്ന കോൺഗ്രസിന്റെയും AICCയുടെയും നേതാക്കന്മാർ എന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത്. അതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. അതാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. ഞാൻ വരാം വസീഫ്, ഒരൊറ്റ മിനിറ്റ്. നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യത്തിലേക്കാണ് ഫോക്കസ് പോകേണ്ടത്. ശ്രീ ഷുക്കൂർ, ഇതാ നോക്കൂ, വേണമെങ്കിൽ ആ രീതിയിൽ ഒരു ക്യാമ്പയിൻ നടത്താൻ എത്ര വലിയ രീതിയിൽ നടത്താനും പറ്റുന്ന ഒരു സംവിധാനമാണ് DYFIയും വസീഫിൻ്റെ സുഹൃത്തുക്കളും എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക അല്ല വേണ്ടത്. ഉത്തരവാദിത്തമുള്ളവർ എന്ന് മനസ്സിലാക്കി അവർ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അതാണ് വേണ്ടത്. മുഖ്യമന്ത്രി അതാണ് പറയുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇറങ്ങി തന്നെ മുന്നോട്ട് പോകണം. പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി ഇടതുപക്ഷം മുന്നോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ചർച്ച, അല്ലാത്തപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ വേറെ രീതിയിൽ ചർച്ച എന്ന് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് പോലും ദോഷമുണ്ടാകുന്ന ഒരു ഘട്ടമില്ലേ? നിങ്ങൾ പോലും അതിനെ തള്ളിപ്പറയേണ്ട ഒരു ഘട്ടമല്ലേ എത്തിയിരിക്കുന്നത്? വാളയാറും മയക്കുമരുന്നും 2 ഉദാഹരണങ്ങൾ. ലാല്, ഇവിടെ വസീഫിനെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. KC വേണുഗോപാലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളോ അതിൻ്റെ FIRകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം പുറത്തു കൊണ്ടുവരട്ടെ. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അത്തരത്തിലുള്ളവരല്ല ഞങ്ങൾ. ആരെങ്കിലും പണമെടുത്ത് പോയാൽ, ഏതെങ്കിലും വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചാൽ അതെല്ലാം കോൺഗ്രസ്സുകാരുടെ FIR. എവിടെയാണ് രേഖയുള്ളത്? നിങ്ങളുടെ പോലീസല്ലേ. ഈ പോലീസ് കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും അവരുടെ കൂടെ നിന്നുകൊണ്ട് ഇവിടെ നടത്തുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും നടത്തുന്ന തിരിമറിയും, കേസുകളുടെ തിരിമറിയും, തട്ടിപ്പ് കാണുന്ന യൂണിവേഴ്സിറ്റി യൂണിയന്റെ സെക്രട്ടറി ആയിരുന്ന സഖാവാണ് വിഘ്നേഷ്. ആലപ്പുഴയിൽ നിന്ന് പിടിച്ച DYFI നേതാവ്, SFI നേതാവ്, MDMAയുമായി വിൽപ്പനക്കാരൻ. ഇങ്ങനെ നിരവധി കേസുകളുണ്ട്. ഞാൻ വന്ന കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടംപോലെ പറയാനുണ്ട്. ഇഷ്ടംപോലെ. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ ആരാണ്? എന്ത് മയക്കുമരുന്നാണ്? ഏത് രൂപത്തിലാണ്? ഇവിടെ പത്തനംതിട്ട കാര്യം പറഞ്ഞ് ഞാൻ വെല്ലുവിളിക്കുന്ന ഒരു FIRന്റെ ഒരു കേസ് എടുക്കട്ടെ. ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരനെ ഇവിടെ കാണിച്ചു തരാമോ? എന്നാൽ പത്തനംതിട്ടയിൽ എലന്തൂരിൽ CPMന്റെ സഖാവ്, ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന മന്ത്രവാദി ഭഗത് സിംഗ് നരഭോജിയാണ്. ഈ ഭരണകാലഘട്ടത്തിലല്ലാതെ എപ്പോഴെങ്കിലും മനുഷ്യമാംസം കറിവെച്ച് തിന്നിട്ടുണ്ടോ? അല്ലാതെ ഈ ഭരണം വന്നതുകൊണ്ട് മനുഷ്യമാംസമൊക്കെ കറിവെച്ച് അതാണോ? ഇത് നമുക്ക് 957 മുതലുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വരെയുള്ള ഭരണകൂടങ്ങളെ നമുക്കെടുക്കാം. അവിടെ ഒന്നും ഒരു കാലത്തും കാണാത്ത തരത്തിലുള്ള അക്രമം, ആ കൊലപാതകം, കൂട്ടക്കൊലപാതകം, കുടുംബം കൂട്ടമായി ആത്മഹത്യ ചെയ്യുക, അതിന്റെ പിന്നിലെ ലഹരി, അതിന്റെ പിന്നിലെ മയക്കുമരുന്ന്, അതിന്റെ പിന്നിലെ കലാശാലകളിലെ പ്രശ്നങ്ങൾ, റാഗിങ്ങിന്റെ പേരിലുള്ള കൊലപാതകം, കൊച്ചുകുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് കൊലപാതകം, ഇതെല്ലാം ഇതൊന്നും രാഷ്ട്രീയമായാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന അഭിപ്രായം എങ്ങനെയാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്? ചില മാധ്യമങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയമായി ഈ കാര്യങ്ങളെ കൊണ്ടുവന്ന് ചർച്ച തുടങ്ങിയപ്പോൾ നിങ്ങളുടെ നേതാക്കൾ വരുന്നു, ഈ SFIയെ നിരോധിക്കണമെന്ന് പറയുന്നു, SFIയെ പിരിച്ചുവിടണമെന്ന് പറയുന്നു. ഇതാണോ ഇതിനുള്ള ഉത്തരം? ഇങ്ങനെയാണോ കാണേണ്ടത്? ഞാൻ SFI എന്നോ DYF എന്നോ പറയുന്നില്ല. നിങ്ങളുടെ ഇതിന് ഭാഗമാണ്. ചിലർ ഞങ്ങളുടെ ഇടയിലുള്ളവരും VD സതീശൻ പറഞ്ഞതെല്ലാം പച്ചയായ പരമാർത്ഥമാണ്, സത്യങ്ങളാണ്. നിയമസഭാ രേഖകളുണ്ടല്ലോ, എല്ലാം നിങ്ങൾ മറുപടി പറയൂ. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ആ കാര്യത്തിൽ. ഞങ്ങൾ ഒരു ലഹരി കച്ചവടത്തിനുമില്ല, ഒരു ലഹരി കച്ചവടത്തിന് ഞങ്ങളുടെ ആളുകളില്ല.
ഇവിടെ ലഹരി കച്ചവടത്തിന് ഒരു സംഘടനയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കേരളം മുഴുവൻ അതിനെതിരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോ അത് രാഷ്ട്രീയമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതിൽ ലഹരി ഉപയോഗിക്കുന്നവരോ ലഹരി പിടിക്കുന്ന ആളുകളോ ഒക്കെ ഒരു ഭാഗത്തുള്ളവരാണെന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുക്കുക, ചർച്ച ചെയ്യുക, പ്രതിപക്ഷവാദികളോടൊപ്പം നിൽക്കുക. അതാണ് മനസ്സിലാകാത്തത്. എന്തിനാണ് പറയുന്നത്, അധികം പറയുന്നത്? ഞാൻ കൈരളി സ്റ്റുഡിയോയിൽ ഇരുന്നാണല്ലോ ചർച്ച ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിരോധിക്കപ്പെട്ട പുകയില കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടുവന്ന ആ വാഹനത്തിന്റെ പേരിൽ, ഉടമയുടെ പേരിൽ ഇന്നുവരെ കേസെടുത്തിട്ടില്ലല്ലോ. എന്നാൽ എന്താണ് എക്സൈസ് സാധാരണ ചെയ്യുന്നത്, പോലീസ് ചെയ്യുന്നത്? എന്താ CPM ചെയ്യുമ്പോൾ അതിന് മറ്റു രൂപത്തിൽ ആരെങ്കിലും ചെറുതായിട്ട് ശ്രീ ഷുക്കൂർ, അതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. CPM ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരുന്നു, CPM അല്ലാതെ മറ്റാരെങ്കിലും ആണ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു രീതിയിൽ വരുന്നു. ഇത് പോലീസ് ചെയ്യുന്നു നിങ്ങൾ പറയുന്നത്, മാധ്യമങ്ങൾ വേറെ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്, നിങ്ങളുടെ ചർച്ചയും വേറെ വഴിക്കാണ് പോകുന്നത്. ഇതാണ് ചർച്ചയാകുന്നത്. വാളയാറിന്റെ കാര്യത്തിൽ പറയൂ ശ്രീ ഷുക്കൂർ, താങ്കളുടെ സ്പെസിഫിക് ആയി ചോദിക്കുകയാണ്. വാളയാറിന്റെ കാര്യത്തിൽ പറയൂ, വാളയാറിൽ ആരാണ് കുറ്റക്കാരി എന്നുള്ളത് അന്നേ ഇടതുപക്ഷം പറയുന്നുണ്ട്. അവസാനം എവിടെയാണ് ചെന്ന് നിന്നത്? അന്ന് നിങ്ങളുടെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകെട്ടി നിന്ന ചിത്രമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന കുറ്റവാളിയുടെ മുമ്പിൽ പോയി കൈകെട്ടി നിന്ന ഒരു ചിത്രമുണ്ട്. അത് ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ നിൽക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങളുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് CPM-ന്റെ അടപടല വോട്ട് പിടിച്ച പാലക്കാട്ട് നിന്ന്. അതാണ് ഉദ്ദേശം. ഇങ്ങനെ വോട്ട് കിട്ടും, ഇങ്ങനെ വാർത്തകൾ വന്നാൽ വോട്ട് കിട്ടും. ഇതുപോലെ വോട്ട് നേടിക്കൊടുക്കാൻ ചില മാധ്യമങ്ങൾ, കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മാധ്യമവും വസ്തുതയ്ക്കെതിരായി വരാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരു മാധ്യമവും വരാൻ പാടില്ല. വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും തുറന്നു കാണിക്കും. ജനകീയ കോടതികൾ ചർച്ച ചെയ്യപ്പെടട്ടെ. ജനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ രൂപത്തിൽ അവർ നിലപാടെടുക്കട്ടെ. ഈ ഭരണകൂടത്തിന് ഏത് കാര്യത്തിലാണ് മേന്മ അവകാശപ്പെടാനുള്ളത്? ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന കഞ്ചാവിന്റെയും വാളയാർ പോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ നിങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെട്ട ആ വാർത്തകൾ ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ എന്തുണ്ട് ഈ സർക്കാരിന് മേന്മയായി പറയാൻ? അത് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം എടുത്ത് പറയാം എന്നൊക്കെയാണല്ലോ ഷുക്കൂർ പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ വെക്കാൻ എന്തുണ്ട്? ഞാൻ ഈ ചർച്ച വളരെ കുറഞ്ഞ സമയമാണ് എടുത്തത്. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അതിൽ ഇടപെടല്ലേ. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ അതിൻ്റെ കൃത്യമായി അതിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് ഭാഗങ്ങൾ അതിൽ പറഞ്ഞത്. ഒന്നിപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഷുക്കൂർ സാറിൻ്റെ ഒരു വലിയ ആവേശം കണ്ടാൽ തോന്നുന്നു ഈ ആലപ്പുഴയിൽ പിടിച്ച എന്തോ ഒരു പിന്നെ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ വായ്ക്കകത്ത് വെച്ച് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം, അത് കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട്, കേരളത്തിന്റെ പുറത്ത് നിരോധിച്ചിട്ടില്ല. അത് വാഹനത്തിൽ കൊണ്ടുവന്നു. അത് ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ പ്രവർത്തകന്റെ വാടക കൊടുത്ത വാഹനത്തിൽ കൊണ്ടുവന്നു എന്നുള്ള കേസിനെയാണ് ഇപ്പോൾ ഇവർ വലിയ സംഭവമായിട്ട് ഉന്നയിക്കുന്നത്. ആ കേസിൽ എല്ലാ അന്വേഷണവും നടത്തിയിട്ട് ഇദ്ദേഹത്തെ ഈ പറയുന്ന പറയുന്ന ആളെ പ്രതി ചേർക്കാതെ ഒഴിവാക്കിയതാണ്. എന്നാൽ ഈ പറയുന്ന തുഷാർ ഗോയലോ ഈ നഹാസ് മാളിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചതോ കഴിഞ്ഞ ദിവസം അരുവിക്കരയിൽ നിന്ന് 40 കിലോ കഞ്ചാവ് പിടിച്ചതോ ഒന്നും ഒരു പ്രശ്നമല്ല ഇവർക്ക്. പിന്നെ ഇവർ പറയും ഇവർ ഈ ഗാന്ധിയന്മാരാണല്ലോ ശരിക്കും കോൺഗ്രസ്. ഈ കോൺഗ്രസ്സിൽ മദ്യം കഴിക്കാത്ത എത്ര നേതാക്കന്മാരുണ്ട് ഇവർക്ക് പറയാൻ പറ്റുമോ? പരസ്യമായിട്ട് നമുക്ക് ഇതൊക്കെ വെറുതെ ചർച്ച ചെയ്ത് പോകണോ? പോട്ടെ, ഇത് കച്ചവടം നടത്തുന്ന നേതാക്കന്മാരില്ലേ ഇവർക്ക്? മദ്യശാലകൾ നടത്തുന്ന നേതാക്കന്മാരില്ലേ ഇവർക്ക്? അതവിടെ ഇരിക്കട്ടെ, അതൊരു ഭാഗം. ഞങ്ങൾ ഇതിൽ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം രാഷ്ട്രീയമായി ഇങ്ങനെ ഏതെങ്കിലും നിറം നോക്കി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഒരു നാടാകെ ലഹരിക്കെതിരെ അണിനിരക്കണം, നമ്മുടെ കേരളം ഇതിനെതിരെ പ്രബുദ്ധരാവണം എന്നാ പറയുന്നത്. പിന്നെ ഇവർ ഈ കൊലപാതകവും ഇപ്പോൾ നടക്കുകയാണ് ഇത് എന്നൊക്കെ പറയാം. നമുക്കറിയാം ഏതാ നൈന സാഹിനിയെ തന്തൂരി അടുപ്പിലിട്ട് ചുട്ടുകൊന്നതാണ് ഇവരുടെ കേന്ദ്ര നേതൃത്വം. മറന്നുപോയോ നിങ്ങളതൊക്കെ? നിങ്ങൾ ഇപ്പോഴല്ല, അന്നേ തുടങ്ങിയതാ ഇത്.
ഈ ചുട്ടുകൊല്ലലും ബലാത്സംഗവും ഈ പറയുന്ന പീഡനവും എല്ലാം നിങ്ങളുടെ മുഖമുദ്രയാണ്. ഞങ്ങൾ ഇതെല്ലാം ഉയർത്തി കാണിച്ച് ഇതാണ് കോൺഗ്രസ് എന്ന് അങ്ങ് പൂർണ്ണമായും എഴുതി തള്ളുകയല്ല. നിങ്ങളുടെ സതീശനും നിങ്ങളുടെ ചെന്നിത്തലയും പറയുന്നത് പോലെ ചർച്ചകളെ വെടിമാറ്റുന്നില്ല. ഞങ്ങൾ ഈ സംഭവങ്ങളെയെല്ലാം ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വാളയാർ കേസും ഇതുപോലെയാണോ? നിങ്ങൾ വാളയാർ അമ്മയാണ്, കേരളത്തിലെ അമ്മയാണ്, കേരളത്തിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് തലയിലെടുത്ത് കൊണ്ടുപോയി ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ ജമായത്തെ ഇസ്ലാമിയെയും SDPIയെയും കൂട്ടുകൂട്ടി അങ്ങ് കൊണ്ടുപോയി മത്സരിപ്പിച്ചു ഈ വാളയാർ അമ്മയെ. എന്നിട്ട് നാണമില്ലാതെ ഈ അമ്മയെ മുൻനിർത്തി കേരളത്തിലുടനീളം നിങ്ങൾ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു. കേരളത്തിൽ കൃത്യമായി അന്വേഷണം നടത്തിയ പോലീസിനെയും ഈ ഇടതുപക്ഷത്തെയും ഒക്കെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ പോയി. അവസാനം നിങ്ങൾ ആവശ്യപ്പെട്ടു, ഈ കേരളം കൊടുത്തു എന്തിന്? CBI അന്വേഷണത്തിന്. ആ CBI ഇവരെ പ്രതിപട്ടികയിൽ ചേർത്തു ഇതേ അമ്മയെ. എന്നിട്ട് നിങ്ങൾക്ക് ഒരക്ഷരമില്ല, ബ്രേക്ക് ഇട്ട പോലെ നിന്നു. അതാണ് ഇന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ചില പ്രചരണങ്ങൾ ബോധപൂർവമായി നടത്തുന്നു. അത് അപ്പാടെ അങ്ങ് പ്രചരിപ്പിച്ച് കുളങ്കലക്കിട്ട് മീൻ പിടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ ആ കുളം തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. ഈ വസ്തുതകൾ പുറത്തു വരുമ്പോൾ പിന്നെ നിങ്ങൾ അതെല്ലാം മറന്നേക്കൂ, നമുക്ക് പുതിയത് പറയാം എന്ന് പറഞ്ഞു പോവുക. അടുത്ത വിഷയത്തിലേക്ക് നിങ്ങൾ കിടക്കുക. നിങ്ങൾ ചെയ്ത ഈ പാതകങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കോൺഗ്രസ്സുകാരും ചില മാധ്യമങ്ങളും. അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ പ്രസംഗം വയനാട്ടിൽ നിന്നാ. നമ്മളത് കാണണ്ടേ? വയനാട്, ഞാനിപ്പോ ലാലിന് ഒരു ചെറിയ പോസ്റ്റർ അയച്ചിട്ടുണ്ട്. വയനാട് കോൺഗ്രസ് കമ്മിറ്റി അവിടെ എല്ലാം സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ബോർഡാ. ആ ഫ്ലെക്സ് ബോർഡ് ലാലൊന്ന് കാണിക്കണം ഇതിനകത്ത്. ആ ഫ്ലെക്സ് ബോർഡിൽ അവർ പറയുന്നുണ്ട് എന്താണ്? മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് സമ്പൂർണ്ണ പുനരധിവാസം ഉറപ്പുവരുത്താൻ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് അഭിവാദ്യങ്ങൾ. എന്നിട്ട് ഒരു ഫോട്ടോ ആരുടേതാ? ഒരു ഫോട്ടോ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ, അതവിടെ ഇരിക്കട്ടെ. മറ്റൊരു ഫോട്ടോ T സിദ്ദീഖ് MLA, ഫോട്ടോ വരാൻ ഇങ്ങനെ വെമ്പി നടക്കുക. മറ്റൊരാൾ VD സതീശൻ, മറ്റൊരാൾ കുഞ്ഞാലിക്കുട്ടി. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം. എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ വയനാടിന് വേണ്ടി ഇവർ ചെയ്തത്? പറയുമ്പോൾ ഒരു ഭരണകക്ഷി എന്നുള്ള നിലക്ക് നമ്മൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചൊക്കെ പോകണം. പക്ഷെ കോൺഗ്രസ്സുകാർ പോലും ഫോട്ടോ വെക്കുകയാണ് പിണറായി വിജയന്റെ തല വെച്ചുകൊണ്ട്. ഈ നേതാക്കന്മാരാണ് ഈ പുനരധിവാസത്തിന്റെ നേതൃത്വം കൊടുത്തത് എന്ന് ഇവർ പറയുന്നു. ഇവർക്കിപ്പോ പുനരധിവാസം നടന്നു, പുനരധിവാസം കൃത്യമായ പാതയിൽ പോകുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിച്ചു. പിണറായി വിജയന്റെ തല വരെ അവർ വെച്ചു. അവർക്ക് ഇപ്പോഴുള്ള സംശയം ആരാണ് നേതൃത്വം എന്നുള്ളതാണ്. ഹൂ ഇസ് ദ ക്യാപ്റ്റൻ എന്നുള്ളതാണ് അവരുടെ സംശയം. ഞങ്ങൾക്കും ഈ നാടിനും ഉറപ്പുണ്ട്. ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് മുന്നോട്ട് വെച്ച്, ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാൻ മുന്നോട്ട് വെച്ച് ഈ പറയുന്ന ഒലിച്ചുപോയ മനുഷ്യരുടെ സ്വപ്നങ്ങളെ തിരിച്ചു പിടിക്കാൻ അവരോടൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളിയ നമ്മുടെ പുനരധിവാസ പാക്കേജിന്, ആ പാക്കേജിന് ജീവൻ കൊടുത്തു. കേരളത്തിലെ ജനതയെ ഒറ്റക്കെട്ടായി നിർത്തി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇടതുപക്ഷം. അങ്ങനെ ഈ വയനാടിലെ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക. നേരത്തെ കോവിഡിന്റെ കാലത്ത്, നിപ്പയുടെ കാലത്ത്, പ്രളയത്തിന്റെ കാലത്ത് ഈ നാടിനെ ചേർത്ത് പിടിച്ച ക്രൈസിസ് മാനേജർ, അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ നേതാക്കന്മാർക്കിടയിൽ പോലും അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി വെച്ച ബോർഡാ ഞാനിപ്പോ മുന്നോട്ട് വെച്ചത്, ഇവിടെ ലാലിൽ അയച്ചു കൊടുത്തത്. തീർച്ചയായിട്ടും എന്റെ കയ്യിലുണ്ടത്. ഇപ്പോ വസീഫ് അയച്ചു തന്ന ആ പോസ്റ്റർ എന്റെ കയ്യിലുണ്ട്. അത് UDFന്റെ കൽപ്പറ്റ അസംബ്ലി കമ്മിറ്റിയുടെ പോസ്റ്ററാണ്. അതിൽ പ്രിയങ്ക ഗാന്ധിയുടെ തല ആദ്യം വെച്ചിട്ടുണ്ട്. പിന്നെ പിണറായി വിജയനാണ് അവിടെ നിൽക്കുന്നത്. അതിനിപ്പുറം VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, താഴെ സിദ്ദിഖുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് സമ്പൂർണ്ണ പുനരധിവാസം ഉറപ്പുവരുത്താൻ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് അഭിവാദ്യങ്ങൾ എന്നാണ്. ഇന്നത്തെ ദിവസം ഇതും മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. എൻ്റെ കയ്യിൽ ഈ അയച്ചു തന്ന ഈ പോസ്റ്റർ ഇവിടെ ഉണ്ട്. എന്തായാലും ഞാൻ വരാം വസീഫ്. ഇതൊക്കെ തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ് ഇന്ന് കേരളം എന്തൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന ചോദ്യം ഉയർത്തുന്നത്. മുഖ്യമന്ത്രി അത് പറയുമ്പോൾ അത് വാർത്തയാകുന്നത്, ഇത് വലിയ വാർത്തയായി ഇത് വരേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ ചരിത്രമുണ്ടല്ലോ, 1957 മുതലുള്ള ചരിത്രമാണ്. താങ്കൾക്കൊക്കെ അത് നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാർ, തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആദ്യത്തെ കേരളത്തിലെ സർക്കാർ, ആ സർക്കാരിനെ അട്ടിമറി സമരത്തിലൂടെ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. വിമോചന സമരം എന്ന പേരിൽ നമ്മളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ആ അട്ടിമറി സമരം ശരിക്കും ഒരു അട്ടിമറി സമരമല്ലേ? മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ രീതിയിൽ
പ്രചരണം നടത്തി ആരുടെ പണം വാങ്ങിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ളതൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 28ഓളം എക്സ്ക്ലൂസീവ് ചാനലുകളെ വിലയ്ക്ക് വാങ്ങുന്ന കോർപ്പറേറ്റുകളുടെ എന്ത് താല്പര്യമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരം ചർച്ച ചെയ്ത പല കാര്യങ്ങളും അവതരിപ്പിക്കുകയും അവതരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ വെളിച്ചത്തേക്ക് വരുന്നത്. ഞാൻ ഈ മാധ്യമങ്ങളുടെ കാര്യം ലാൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊന്നും കേരളത്തിൽ മാധ്യമങ്ങൾ കള്ളത്തരം പറഞ്ഞാൽ അവരുടെ വിശ്വാസ്യതയാണ് തകരുക ലാൽ. അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സാധാരണ മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തനത്തിലെ ഒരു പ്രിൻസിപ്പിളാണ്. നിങ്ങളുടെ വിശ്വാസ്യത സൂക്ഷിക്കണം. അത് ഒരു വ്യക്തിക്ക്, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർക്കാണെങ്കിലും എഡിറ്റർക്കാണെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ പത്രാധിപർക്കാണെങ്കിലും അതിൻ്റെ മാനേജ്മെൻറ്റിനാണെങ്കിലും ഈ ഒരു വിശ്വാസ്യത എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. ആ വിശ്വാസ്യത ഇല്ലാതായാൽ ഈ പത്രങ്ങളെയും ടെലിവിഷൻ ചാനലുകളെയും എന്തിനു കൊള്ളാം? ജേക്കബ് ജോർജ്, അത് ആ പത്രം അതുപോലെ നിലനിന്ന് ലാഭമുണ്ടാക്കി അതിലെ ജീവനക്കാർക്ക് അതുവഴി ഒരു ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ്. ഇതുവഴി അധികാരം പിടിച്ചെടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ അധികാരം പിടിച്ചതിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ അങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ അർത്ഥമുണ്ട്. നമുക്കറിയാം പോസ്റ്റ് ട്രൂത്ത് ഈ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ച് അമേരിക്കയിൽ ഭരണം എങ്ങനെ ആര് കൊണ്ടുവന്നു എന്ന്. അല്ലല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ ഇപ്പോൾ വാളയാർ കേസ്, ബലാത്സംഗ കേസ്, ആ 2 ബാലികമാരുടെ ആത്മഹത്യ CBI ആണ് അവസാനം റിപ്പോർട്ട് കൊടുത്തത്. അതിൽ അമ്മ തന്നെയാണ് കുറ്റക്കാരി, പ്രതി എന്ന്. ആ അമ്മ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്, അതൊക്കെ വസ്തുതയാണ് അന്നത്തെ കാലത്ത്. പക്ഷേ UDFൻ്റെ അകത്ത് തന്നെ അതിന് എതിർപ്പുണ്ടായിരുന്നു. UDF നേതൃത്വത്തിൽ തന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്, ഇത് അപകടമാണ്, അതേക്കുറിച്ച് വേറെയും വേർഷനുണ്ട്, ആ സംഭവത്തെക്കുറിച്ച് വേർഷനുണ്ട് എന്ന് UDF നേതൃത്വത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചത് UDFൻ്റെ നേതാക്കൾ തന്നെയാണ്. അതും കൂടി ഓർക്കണം. എങ്കിലും കോൺഗ്രസ് അതുമായിട്ട് മുന്നോട്ട് പോയി, പക്ഷേ അത് പിന്നെ അലസിപ്പോയി. ഞാൻ പറയുന്നത്, പക്ഷേ അതിൻ്റെ പേരിൽ എത്രമാത്രം കൂരമ്പുകളാണ് ഇടതുപക്ഷം ഏറ്റുവാങ്ങേണ്ടി വന്നത്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരെ കൂടി സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ അന്ന് ആഘോഷിച്ചവരിൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുകളുണ്ടല്ലോ. അല്ല അതിനൊക്കെയല്ലേ ഇത്തരം കാര്യങ്ങൾക്കാണ് അതിഗംഭീരമായ റിയാക്ഷൻ ഉണ്ടാവുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് ഉണ്ടാവുന്ന തിരിച്ചടി വലിയ ഇരട്ടിയിലായിരിക്കും ലാൽ. അതല്ലേ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അത് കേരള സമൂഹത്തിൽ ഒരു വലിയ ചലനമുണ്ടാക്കുന്നു എന്ന് തന്നെയാണ്. അതാണ് നേതാക്കന്മാർ ചെയ്യേണ്ടത്. അതിന് എന്ത് ചെയ്യണം? മാധ്യമങ്ങളുടെ കൂടെ സഹായം വേണം എന്ന് എൻ്റെ ഒരു തിയറിയാണത്. പക്ഷേ നേതാവ് പറയുന്നതിന് വിശ്വാസ്യത വേണം. നേതാവ് പറയുന്നത് സത്യമായിരിക്കണം, വസ്തുതാപരമായിരിക്കണം. അതുതന്നെയാണ് ഒരുപക്ഷെ പിണറായി വിജയൻ്റെ കഴിവ് തന്നെയാണത്. വളരെ കേരളത്തിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ജനങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന ഒരു പ്രമുഖ നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. അത് നമ്മൾ കഴിഞ്ഞ ദുരന്തങ്ങളിൽ പ്രളയ സമയത്ത്, കോവിഡ് സമയത്തൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തെ കേൾക്കാൻ ആൾക്കാർ, വൃദ്ധരും യുവാക്കളും ഒക്കെ ഇങ്ങനെ ടെലിവിഷൻ്റെ മുമ്പിൽ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും അദ്ദേഹം പത്രക്കാരെ കാണുമ്പോൾ അതിൻ്റെ ബ്രീഫിംഗ് നടത്തുമ്പോൾ അതിനും കേൾക്കാൻ ആളുണ്ട്. അത് വിദഗ്ധമായിട്ട് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിനെ. അല്ലാതെ മാധ്യമങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, വേട്ടയാടുന്നു എന്ന് പറയുകയല്ല. അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, അദ്ദേഹം ഇനിയും ഉപയോഗിക്കുന്നത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെ, അതാണ് വേണ്ടത്. മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടുന്നു എന്ന് പറയുകയല്ല, പരിദേവനം നടത്തുകയല്ല വേണ്ടത്. അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ന് ടൂൾ. അദ്ദേഹം പരിദേവനം പറഞ്ഞതല്ല സാർ, ശ്രീ ജേക്കബ് ജോർജ്. അദ്ദേഹം താങ്കളത് ശരിക്കും കണ്ടതാണ്, താങ്കൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ താങ്കളോട് വിയോജിച്ച് പോകേണ്ടതുണ്ട്. അത് താങ്കൾക്ക് ഒരുപക്ഷെ സന്തോഷമുണ്ടാകുന്ന കാര്യം തന്നെയാണ്. ഞാൻ വിയോജിച്ചാലേ താങ്കളുടെ മനസ്സിലുള്ള കാര്യം പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളത് താങ്കൾക്കും അറിയാം. ഈ കാര്യത്തിൽ പിണറായി വിജയൻ ഈ മാധ്യമങ്ങളോട് കരഞ്ഞു കേണ് അപേക്ഷിക്കുകയല്ല. അദ്ദേഹം നേരത്തെ എത്ര കാലം അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അവിടെയൊക്കെ വിജയിച്ച് നിൽക്കുകയാണ് അദ്ദേഹം. മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നടിക്കുകയാണ്. അത് സംശയമൊന്നുമില്ല. അത് പറയാനുള്ള ധൈര്യം പിണറായി വിജയനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്, കേരള മുഖ്യമന്ത്രിക്കുണ്ട് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഡിഫൻസ്. ഏറ്റവും വലിയ ഡിഫൻസ് അതാണ്. അതുതന്നെയാണ് പിണറായി വിജയൻ്റെ ഒരു കൈമുതൽ. അതാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയം. ഒരു പക്ഷേ
മൂന്നാം തവണയും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി CPM-ൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ ഒരു പ്രത്യേക കഴിവ് തന്നെയായിരിക്കും. അതൊരു കമ്മ്യൂണിക്കേഷൻ കേപ്പബിലിറ്റി, മുഖ്യമന്ത്രിയുടെ കേപ്പബിലിറ്റി തന്നെയാണ്. യെസ്, എന്തായാലും അവിടെയാണ് മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടത്, പ്രതിപക്ഷവും ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഊതി വീർപ്പിച്ച് ഇതുപോലത്തെ ഇല്ലാ കഥകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് മുന്നോട്ട് പോയാൽ അതിനെ അതിജീവിക്കുന്ന ചരിത്രമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീ ഷുക്കൂർ, ഈ ഏറ്റവും ഒടുവിൽ വസീഫ് ചൂണ്ടിക്കാട്ടിയ പോസ്റ്റർ ഉണ്ടല്ലോ, അത് താങ്കൾക്കും മനസ്സിലുണ്ടാകും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വലിയ ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട പുനരധിവാസം ഇപ്പോൾ നടക്കുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി മാതൃകാ ടൗൺഷിപ്പ് ശിലാസ്ഥാപനം നിർവഹിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ ഇത്ര വേഗത്തിൽ ലോകത്ത് ഒരിടത്തും നടന്നിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ പിണറായി വിജയൻ്റെ പടം വെച്ച് ഇപ്പുറത്തെ UDF-ന് തന്നെ ആഘോഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് മൂന്നാമത് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നൊരു ഭരണത്തിൻ്റെ സൂചനയായി തന്നെ വിലയിരുത്തും. ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു സൂചനയില്ല. പച്ചയായും വ്യക്തമായി പറയാം, ഇത്തരത്തിലുള്ള ബോർഡുകൾ ഇഷ്ടം പോലെ ഇനി ഇറക്കും. കാരണം അവിടുത്തെ പാവങ്ങൾ, ദുരിതമനുഭവിക്കുന്ന, നൊമ്പരമായി പോകുന്ന ആളുകൾ, അവർക്ക് അത്യാവശ്യം പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്നേ മതിയാവും. അതിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. മുഖ്യമന്ത്രിക്കാണ്, പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിക്കാണ് പിന്തുണ. അതുകൊണ്ടാണ് സിദ്ധരാമയ്യയിൽ നിന്ന് 20 കോടി രൂപ 100 വീടുകൾക്കുള്ളത് വാങ്ങിക്കൊടുക്കാൻ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തത്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പടം വെച്ചിരിക്കുന്നത് എന്താണ്? സംഭാവന വേറെ വയനാട്ടിലെ നിങ്ങളുടെ സമിതിക്ക് അറിയാം, കമ്മിറ്റിക്ക് അറിയാം, മുഖ്യമന്ത്രിയുടെ പടം വെച്ചാലേ ബാക്കിയുള്ളവരുടെ പടം വെക്കാനുള്ള സ്പേസ് കിട്ടുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ പടം ഒഴിവാക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ട ആളാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കേട്ട ആളാണ്, പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കേട്ട ആളാണ്, മന്ത്രി രാജൻ്റെ പ്രസംഗം കേട്ട ആളാണ്. ഇന്നത്തെ അവധി ഇത്രയും താമസം വന്നു. ഏതെല്ലാം രൂപത്തിൽ അവർക്ക് മാസം മാസം കൊടുക്കേണ്ട, ദിവസം കൊടുക്കേണ്ട വാടക, ചെലവ്, ഇതെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്നു. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. പക്ഷേ ആ പാവങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിന് ഈ ഇത്രയും വേഗത്തിൽ ലോകത്ത് എവിടെ നടന്നിട്ടുണ്ട്? ഒരു പുനരധിവാസം ഇത്രയും വേഗത്തിൽ വേറെ എവിടെ നടന്നിട്ടുണ്ട്? VD സതീശന്റെ പിന്തുണയുണ്ട്. ഞങ്ങൾ എന്ത് ഇത്ര വേഗം, എങ്ങനെയാണ് ഇതിലേക്ക് വന്ന് 780 കോടി രൂപ അതിലേക്ക് സമാഹരിച്ചു വന്നു. 400 പേർക്കാണ് വീട് നഷ്ടപ്പെട്ടത്. നടപടി എത്രയോ വേഗത്തിൽ എടുക്കാമായിരുന്നു. ഇത്രയും താമസിപ്പിച്ചതിന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ തള്ളിപ്പറയുന്നില്ല. ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. കാരണം ഞങ്ങൾ മുഖ്യമന്ത്രി അവിടെ പുനരധിവാസം നടത്തുന്ന കാര്യത്തിൽ ഞങ്ങളുടെ പിന്തുണയുണ്ട്. ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ കാര്യമായി ചെയ്തു. ഞങ്ങളുടെ മുന്നണി ചെയ്തു. കുഞ്ഞാലിക്കുട്ടിയെ നിങ്ങൾ ആക്ഷേപിക്കുന്നു, നിങ്ങൾ VD സതീശനെ ആക്ഷേപിക്കുന്നു, പ്രിയങ്ക ഗാന്ധി ആക്ഷേപിക്കുന്നു, രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എത്ര ആക്ഷേപം കേട്ടാലും ഇത് ഞങ്ങൾ തുടരും. ഞങ്ങൾ അവരോടൊപ്പമാണ്. അത് എത്രയും വേഗം സംരക്ഷിക്കാൻ, പുനരധിവാസം ഉണ്ടാക്കാൻ ഞങ്ങൾ അവരുടെ കൂടെ തന്നെയാണ്. ശരി, അതിന് ഒരു സംശയം വേണ്ട. നിങ്ങൾ വേറെ രീതിയിൽ അവതരിപ്പിച്ചോളൂ. ഞങ്ങൾക്ക് ഒരു ഇതുപോലുള്ള ബോർഡുകളും ദുരന്തമുണ്ടായാലും പണം കൊടുക്കുന്ന ഒരു ഗവൺമെന്റും അവരെ സഹായിക്കാൻ മനസ്സിലാക്കുന്ന ഗവൺമെന്റുമാണ് നമ്മുടെ ഗവൺമെന്റ്. അപ്പൊ നമ്മുടെ ഈ വയനാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. ആ കർണാടക ഗവൺമെന്റ് സിദ്ധരാമയ്യ 20 കോടി തന്നതിനെ തന്നെ ഒരു പൊതുസ്ഥലത്ത് വളരെ മനോഹരമായി അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. ആ കത്ത് വായിച്ചു മുഖ്യമന്ത്രി. അതിനുശേഷമാണ് ഇവിടെയുള്ള എൻ്റെ ഞങ്ങളുടെ സംഘടന DYFI, ആ DYFIയുടെ സഖാക്കൾ നാട്ടിലാകെ ഇറങ്ങി പിരിച്ച് ഈ സ്വരൂപിച്ച പണമുണ്ട്, ആക്രി പെറുക്കി വിറ്റ് സ്വരൂപിച്ച പണമുണ്ട് 20 കോടി രൂപ. അതാണ് ആദ്യം കൊടുത്തത്. ഈ സിദ്ധരാമയ്യയോട് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ DYFI പറയുന്ന യുവജന സംഘടന ഇവിടെ കൊടുത്ത 20 കോടി രൂപയെ കുറിച്ച് പറഞ്ഞത്, 100 വീടിനുള്ള പണം. അതിനെയൊന്നും നമ്മൾ ആരും ചെറുതായി കാണുന്നില്ല. പക്ഷെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്താ? പൂത്ത ബ്രെഡ് മുതൽ ഇങ്ങോട്ട് എല്ലാ സമയത്തും എന്തൊക്കെയുണ്ട് ഇതിനകത്ത് നിന്ന് ഒന്ന് വലിച്ചൂരാൻ എന്ന് ആലോചിക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നില്ല ഇത്.
അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വയനാട്ടിലെ ജനങ്ങൾ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സമരം നടത്തുമ്പോൾ, വയനാട്ടിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി റഫീഖ് ഉൾപ്പെടെ ശശിയേട്ടൻ ഉൾപ്പെടെ ഡൽഹിയിൽ പോയി സമരം നടത്തുമ്പോൾ, ആ സമരം നടത്തുന്ന അതേ സമയത്ത് ഇവിടെ ഈ MLA എന്ത് ചെയ്തു? ഈ കേരളത്തിലെ ഗവൺമെന്റിനെതിരെ സമരം നടത്തുക, ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അപ്പാടെ മോശമാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ഇവിടുന്ന് വണ്ടി കയറി ഡൽഹിയിലേക്ക് പോയി ഇദ്ദേഹം. എന്നിട്ട് അവിടെ പോയിട്ടും ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം നടത്തുന്നതിന് പകരം നേരെ ആ സമരത്തെ വഴിതിരിച്ചു വിടുന്ന തരത്തിലേക്ക് ഇങ്ങനെയൊക്കെ ദുരന്തമുണ്ടായിട്ടും ഒരു രൂപ പോലും തരാത്ത കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, UDF-ന്റെ MP-മാരോട് പണം തരാൻ അവരാവശ്യപ്പെട്ടതാ. എന്നിട്ട് രണ്ടേ MP-മാരാണ് ഈ പണം കൊടുത്തത്. വയനാടിന്റെ MP, ഈ പ്രിയങ്ക ഗാന്ധി, ഈ ഫോട്ടോയിലുള്ള MP ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. ഞാൻ കരുതി ഇന്ന് ഇവിടെ പ്രസംഗത്തിൽ അങ്ങ് പ്രഖ്യാപിക്കാൻ വേണ്ടി ആണ് അവർ വെയിറ്റ് ചെയ്യുന്നത് എന്നാ. അങ്ങനെ ആയിരിക്കുമല്ലോ. എന്നാ പ്രസംഗത്തിലും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇടപെട്ടിട്ട് കർണാടക ഗവൺമെന്റിൽ നിന്ന് 100 വീടിന്റെ പണം വാങ്ങി എന്നാ പറഞ്ഞത്. അതെന്നു എന്നാ പറഞ്ഞത്. മുസ്ലിം ലീഗ് എന്താ ചെയ്തത്? മുസ്ലിം ലീഗ് അവിടെ പോയിട്ട് വേറെ സ്ഥലമെടുത്ത് ഈ ഒരു പൊതുവായ മുന്നേറ്റത്തിന് എങ്ങനെയൊക്കെ വിഘാതം സൃഷ്ടിക്കാം എന്നുള്ള ശ്രമമല്ലേ നടത്തിയത്? ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചോ? 2004 സുനാമി ഉണ്ടായല്ലോ കേരളത്തിൽ. ആരാ ഭരിക്കുന്നത് കേരളം? അന്ന് നിരുപാധികമായ പിന്തുണ തന്ന് നിങ്ങൾക്ക് പണം പിരിച്ചു തന്ന അന്നത്തെ മുഖ്യമന്ത്രിക്ക് പണം കൈമാറിയ സംഘടനയുടെ പേരാണ് DYFI. മറന്നുപോയത് നമ്മള്. അന്നൊന്നും കേരളത്തിൽ ഇതുപോലെയുള്ള വലിയ പുനരധിവാസ പാക്കേജുകൾ നടപ്പിലാക്കുന്നില്ല. ഒന്നിച്ച് ഒരു ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നില്ല. ഇത് രാജ്യവും ലോകവും വലിയ രീതിയിൽ ഞെട്ടുന്ന തരത്തിലുള്ള വലിയ ക്രൈസിസ് മാനേജർമാരെ കുറിച്ചോ ഈ ക്യാപ്റ്റനെ കുറിച്ചോ ഒക്കെയുള്ള വർത്തമാനങ്ങൾ ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല ശ്രീ ജേക്കബ് ജോർജ്. അന്ന് അതിൻ്റെ പേരിൽ ഒരു സർക്കാരിന് രണ്ടാമതും ജനം അംഗീകാരം കൊടുത്തതും നമ്മൾ കണ്ടില്ല, ഈ സുനാമിയുടെ ഒക്കെ കാലം കഴിഞ്ഞതിന് ശേഷമൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പുതിയൊരു മാധ്യമ സംസ്കാരവും വേണമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് നമ്മൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് രാഷ്ട്രീയം തന്നെ പറഞ്ഞു പോവുകയാണെങ്കിൽ അതെ, രാഷ്ട്രീയം പറയാം. പുനരധിവാസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു ഭരണ നേതൃത്വത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഇത്ര പെട്ടെന്ന് അതും കേന്ദ്ര സർക്കാരിൻ്റെ വളരെ നിരുത്തരവാദപരമായ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടിനെ അതിജീവിച്ചുകൊണ്ട് കേരളം പോലെ സാമ്പത്തികമായിട്ട് വളരെയധികം പുറകെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു നീക്കമുണ്ടല്ലോ പുനരധിവാസം സംബന്ധിച്ച വിശദാംശങ്ങൾ, അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അതിനെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും പിന്തുണയ്ക്കുന്നുണ്ട്, കേരള സമൂഹം പിന്തുണയ്ക്കുന്നുണ്ട്, അത് കേരളം കാണുന്നുമുണ്ട്. അത് പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ സഹായിക്കുമോ എന്നുള്ളത് അത് മറ്റൊരു രാഷ്ട്രീയ ചോദ്യമാണ് ലാൽ. പക്ഷേ ഇതിൽ മാത്രമല്ല, ഇതേപോലുള്ള ഒരു സഹകരണം മറ്റു പല കാര്യങ്ങളും വേണ്ടതാണ്. ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിലും അത് വേണ്ടതാണ്. അത് പ്രതിപക്ഷം പക്ഷേ രാഷ്ട്രീയമാക്കുന്നു, മാധ്യമങ്ങളും അങ്ങനെ ചെയ്യുന്നു. ഇതാണ് അതിൽ സഹകരണം ഉണ്ട് അല്ലേ വസീഫ് പറഞ്ഞ്? ലാലേ, അതിന്റെ സഹകരണം ഉണ്ട്. വസീഫ് ഒന്ന് തിരുത്താൻ പറയൂ. അല്ല, നിങ്ങളുടെ അവിടുത്തെ വയനാട്ടിലെ കമ്മിറ്റിക്ക് സഹകരണം വേണമെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഈ പോസ്റ്റർ വെക്കുന്നത്. അത് തന്നെയാണ് വസീഫും പറഞ്ഞത്. വയനാട്ടു ദുരന്തത്തെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾ ഇടപെടും, ഇനിയും ഇടപെടും. ആ ഇരട്ടത്താപ്പാണ് നിങ്ങളുടേത്. അവർക്ക് അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് നന്നായി പോകുന്ന സമയത്ത് അതിന്റെ കൂടെ നിൽക്കണം. എന്നാലോ നിങ്ങൾക്ക് അപ്പോഴൊക്കെ ഒരു അസ്വസ്ഥതയും ഒരു ചൊറിച്ചിലും വരുന്നുണ്ട്. അത്രയും കാരണം നിങ്ങളുടെ നേതാവിന്റെ പേര് VD സതീശൻ. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇതൊന്നും പോകുന്നത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ചെന്നിത്തലയെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഇറക്കി വിട്ട ആളല്ലേ ഈ സതീശൻ. പിന്നെ നിങ്ങളുടെ സതീശനെ കുറിച്ച് എന്ത് പാർട്ടി ചെയ്യും, പക്ഷെ അവിടെ രാഷ്ട്രീയമില്ല. ഈ പറയുന്ന തർക്കങ്ങൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അവസ്ഥ എന്താണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് ഷുക്കൂറെ, ലാലെ, ഞാനൊരു രാഷ്ട്രീയ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ ഫുട്ബോൾ മത്സരമൊക്കെ പത്രക്കാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നില്ലേ, തീവാർന്ന പോരാട്ടം. ഒരു വശത്ത് പിണറായി വിജയൻ, മറുവശത്ത് ആരുടെ പേര് പറയണം ഷുക്കൂറെ?
വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ശ്രീ ജേക്കബ് ജോർജ്. നമുക്ക് ഞാൻ അതൊരു പറയും തമാശയായി ഞാൻ പറയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്ന് തന്നെ പറയും. പക്ഷേ അത് അദ്ദേഹം ഷുക്കൂറിന് ഷുക്കൂർ അതിനകത്ത് ഉത്തരം പറയാൻ പറ്റില്ല. അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഉത്തരം പറയാൻ പറ്റില്ല. അദ്ദേഹം വാച്ച് നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ആരാകണമെന്നുള്ള മത്സരം നടത്തുന്നത്. ശരി, നമുക്ക് ആ ഒരു കമന്റിൽ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ജനതാല്പര്യം മാറി ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് ഇവിടെ എല്ലാവരും കേൾക്കുക, അതനുസരിച്ചാണ് ഇവിടെ ജനങ്ങളൊക്കെ വിധി എഴുതുക എന്ന് ചില മാധ്യമങ്ങളോ ചില പ്രതിപക്ഷ നേതാക്കളോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ അവസാനിക്കുക എന്നല്ല 2021 അനുഭവം. 2026 അതിലേക്കാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ ജനം പറയുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് വലിയ ചർച്ചയ്ക്കുള്ള സ്കോപ്പുണ്ട്. അത് എല്ലാ മാധ്യമങ്ങളും കാണുന്നുണ്ടോ എന്നുള്ളത് ചർച്ചകൾ കേട്ട് മനസ്സിലാക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ വി. വസീഫ്, എ. ഷുക്കൂറൊപ്പം ശ്രീ ജേക്കബ് ജോർജ്. ന്യൂസ് അവസാനിക്കുന്നു.